Good morning. So in our last class we have discussed about complex numbers. Now let us see existence of additive and multiplicative identity. The additive identity 0 is equal to 0 plus 0i. അതായത് 0ന് നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ നൊട്ടേഷനിൽ എഴുതുമ്പോൾ 0 plus 0i എന്ന് എഴുതാം. അത് 0 തന്നെയാണല്ലോ. സോ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിൽ എഴുതിയതാണ്. So the additive identity 0 equal to 0 plus 0i and the multiplicative identity 1 is equal to 1 plus 0i for real numbers carry over to the entire complex number system. അതായത് റിയൽ നമ്പേഴ്സിലുള്ള അഡിറ്റീവ് ഐഡന്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയും തന്നെയാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിലുള്ള അഡിറ്റീവ് ഐഡന്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റിയും. ദാറ്റ് ഈസ് z plus 0 equal to z അല്ലേ. ഒരു കോംപ്ലക്സ് നമ്പർ പ്ലസ് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു z plus 0 ആൻഡ് z into 1 equal to z, that is equal to z into 1. ഇവിടെ ആക്ച്വലി 0 പ്ലസ് z എന്നാണ് എഴുതേണ്ടത്, തിരിച്ചാണ് എഴുതേണ്ടത്. അതുപോലെ 1 into z എന്നാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ രണ്ട് സൈഡും ഒന്നായി പോവില്ലേ. അപ്പോൾ z into 1 equal to z, that is equal to 1 into z. Similarly z plus 0 equal to z, that is equal to 0 plus z. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുള്ള അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആണ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി 1 ആണ് ഫോർ എനി കോംപ്ലക്സ് നമ്പർ z. Note that 0 and 1 are the only complex numbers with such properties. അപ്പോൾ 0നും 1നും മാത്രമേ ഈ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി ആസ് വെൽ ആസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് വിളിക്കുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. ഇനി നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. അസോസിയേറ്റ് വിത്ത് ഈച്ച് കോംപ്ലക്സ് നമ്പർ z is equal to x plus iy. There exists a complex number denoted by minus z and defined by minus z is equal to minus x minus iy which satisfies the equation. അതായത് ഒരു കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് നമുക്ക് മറ്റൊരു കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും, മൈനസ് z. മൈനസ് z എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് മൈനസ് ഐ വൈ അല്ലേ, ഇതിൻ്റെ കൂടെ നെഗറ്റീവ് സൈൻ മൾട്ടിപ്ലൈ ചെയ്യാം. അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും? z പ്ലസ് മൈനസ് z. z പ്ലസ് മൈനസ് z എന്താണ്? ദറ്റ് ഇസ് ഈക്വൽ ടു z എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആയിരുന്നു, മൈനസ് z എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് മൈനസ് ഐ വൈ ആയിരുന്നു. സോ ഇത് സമ്മ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് 0 വരും. ഇമാജിനറി പാർട്ട് രണ്ടും നോക്കുമ്പോൾ ഐ വൈ മൈനസ് ഐ വൈ അത് രണ്ടും കൂടെ 0i എന്നാവും. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 plus 0i. 0 plus 0i is nothing but our additive identity 0. സോ നമുക്ക് എന്ത് പറയാം? ഈ മൈനസ് z ആണ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്ന് പറയാം. ബിക്കോസ് z പ്ലസ് മൈനസ് z gives our additive identity 0. Hence this complex number minus z is known as the additive inverse of z. നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്, no difference. Note that for a given complex number there is only one additive inverse. അല്ലേ, ഒരു ഗിവൻ കോംപ്ലക്സ് നമ്പർ z തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് z ആണ്. അപ്പോൾ ഒരു യുണീക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് ആണുള്ളൂ. Since the equation x plus iy plus u plus iv is equal to 0 plus 0i implies that u equal to minus x and v equal to minus y. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? u ഈക്വൽ ടു മൈനസ് എക്സും v ഈക്വൽ ടു മൈനസ് വൈയും കിട്ടണ്ടേ? എന്നാൽ മാത്രമല്ലേ ഇത് സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് 0 plus 0i എന്ന് കിട്ടുള്ളൂ. സോ അസോസിയേറ്റഡ് ടു ഈച്ച് കോംപ്ലക്സ് നമ്പർ അതിൻ്റെ ഇൻവേഴ്സ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് നമ്പർ ആയിരിക്കും. മൈനസ് z എന്ന് പറയുന്ന ഒരൊറ്റ അഡിറ്റീവ് ഇൻവേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഫോർ എനി നോൺ സീറോ കോംപ്ലക്സ് നമ്പർ z is equal to x plus iy. അപ്പോൾ z equal to x plus iy ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആണ്. There is a number z inverse known as multiplicative inverse of z such that z into z inverse equal to 1.
അതായത് ഏതൊരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു z ഇൻവേഴ്സ് എന്ന് പറയുന്ന നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ആ z ഇൻവേഴ്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്ന് വിളിക്കുന്നത്. സച്ച് ദാറ്റ് z ഇൻറ്റു z ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയ 1 കിട്ടും. അപ്പോൾ ആ സെറ്റിൻ്റെ കൂടെ ഈ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടണം. ആ നമ്പറിനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് z ഇൻവേഴ്സ് എന്നാണ്. Thus, multiplicative inverse is less obvious than the additive inverse. To find it, let z inverse equal to u plus iv. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അഡിറ്റീവ് ഇൻവേഴ്സ് പോലെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ z ഇൻവേഴ്സ് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാണ്. u പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. Then z into z inverse equal to 1 implies z is equal to x plus iy ആയിരുന്നു. z inverse u plus iv ആണ്. So substitute ചെയ്യുമ്പോൾ x plus iy into u plus iv equal to 1. അപ്പോൾ നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് യു മൈനസ് വൈ വി പ്ലസ് ഐ ഇൻറ്റു എക്സ് വി പ്ലസ് വൈ യു ഈക്വൽ ടു ഈ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 0i എന്ന് എഴുതിക്കൂടെ? കോംപ്ലക്സ് നമ്പർ ആക്കുമ്പോൾ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആണ്. സോ 1 പ്ലസ് 0i എന്ന് എഴുതാം. 0i 0 തന്നെയാണല്ലോ. 0 ഇൻറ്റു എനിത്തിങ് 0. സോ 0i എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 തന്നെയാണ്. നോ ചേഞ്ച്. പക്ഷെ ഇതിന് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ ഫോമിൽ എഴുതി. കാരണം നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് എൽ എച്ച് എസിലെ റിയൽ പാർട്ട് എന്താണ്? എക്സ് യു മൈനസ് വൈ വി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസിലെ റിയൽ പാർട്ട് 1 ആണ്. ആൻഡ് എൽ എച്ച് എസിലെ ഇമാജിനറി പാർട്ട് എന്താണ്? എക്സ് വി പ്ലസ് വൈ യു ആണ്. അപ്പോൾ ആർ എച്ച് എസിലെ ഇമാജിനറി പാർട്ട് എന്താണ്? 0 അല്ലേ? അപ്പോൾ അതും ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ എക്സ് വി പ്ലസ് വൈ യു ഈക്വൽ ടു 0, എക്സ് യു മൈനസ് വൈ വി ഈക്വൽ ടു 1 നമുക്ക് കിട്ടി. സിൻസ് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഇസ് നോട്ട് ഈക്വൽ ടു 0, അതായത് z ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ആണെന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ z നോൺ സീറോ ആയതുകൊണ്ട് the above system of linear equations in u and v will have a unique solution given by z നോൺ സീറോ ആയത് കാരണം ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് എന്തുണ്ടാവും? ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെ കിട്ടും? സോൾവ് ചെയ്തെടുക്കുമ്പോൾ u ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. v ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ഏത് മെത്തേഡ് വെച്ചിട്ടും സോൾവ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ എലിമിനേഷൻ മെത്തേഡോ ഏത് മെത്തേഡോ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദി വാല്യൂ ഓഫ് യു ആസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആൻഡ് വി ഇസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ യുവിൻ്റെയും വിൻ്റെയും വാല്യൂസ് കിട്ടി. നമ്മൾ z ഇൻവേഴ്സ് എന്താണെന്ന് അസ്യൂം ചെയ്തിരുന്നു? യു പ്ലസ് ഐ വി ആണെന്ന് അസ്യൂം ചെയ്തിരുന്നു. സോ യുവിൻ്റെയും വിൻ്റെയും വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ multiplicative inverse of z is given by z inverse is equal to u ന്റെ സ്ഥലത്ത് x by x square plus y square substitute ചെയ്യുക പ്ലസ് ഐ വി ന്റെ സ്ഥലത്ത് മൈനസ് y by x square plus y square substitute ചെയ്യുക. സോ ഏതൊരു കോംപ്ലക്സ് നമ്പർ z എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ടേക്സ് ദി ഫോം x by x square plus y square minus I into y by x square plus y square. Okay. The existence of multiplicative inverses enables us to show that if a product z1 into z2 is 0, then so is at least one of the factors z1 and z2. അതായത് z1 into z2 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ either z1 equal to 0 ആവാം അല്ലെങ്കിൽ z2 equal to 0 ആവാം. Okay, that is z1 into z2 equal to 0 implies z1 equal to 0 or z2 equal to 0. ഇതേ റിസൾട്ട് നമുക്ക് റിയൽ നമ്പേഴ്സിന്റെ കേസിലും പറയാം ഉണ്ടല്ലോ. ഇനി നെക്സ്റ്റ് ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ. ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ജോമെട്രിക്കലി റിപ്രസെന്റ് ചെയ്യാന്ന് നോക്കാം.
The study of complex numbers is greatly facilitated by interpreting them geometrically. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിനെ കൂടുതൽ എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. It is natural to associate the ordered pair xy that represent the complex number z is equal to x plus iy with a point in the plane whose rectangular coordinates are x and y. അപ്പോൾ z is equal to x plus iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഓർഡർഡ് പെയർ xy ആയിട്ടാണ് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുക. അതിൻ്റെ റിയൽ പാർട്ട് ഫസ്റ്റ് കോർഡിനേറ്റും അതിൻ്റെ ഇമാജിനറി പാർട്ടായ y സെക്കൻഡ് കോർഡിനേറ്റും വരുന്ന രീതിയിലുള്ള ഒരു ഓർഡർഡ് പെയർ xy ആയിട്ടാണ് നമ്മൾ പ്ലെയിനിൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈച്ച് കോംപ്ലക്സ് നമ്പർ കറസ്പോണ്ട്സ് to just one point and conversely. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പർ z എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു യുണീക്ക് പോയിന്റ് നമുക്ക് ഉണ്ടായിരിക്കും. അതേപോലെ ഏതൊരു യുണീക്ക് പോയിന്റ് xy എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് z is equal to x plus iy എന്ന ഫോമിലുള്ള ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് ഉണ്ടായിരിക്കും. We can also associate the non-zero number x plus iy with the directed line segment or vector from the origin to the point xy. അപ്പോൾ ഈ xy എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെന്റ് ഒറിജിനിൽ നിന്ന് വരയ്ക്കുക. ആ ലൈൻ സെഗ്മെന്റ് ആണ് എക്സ് പ്ലസ് iy എന്ന് പറയുന്ന നോൺ സീറോ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ലൈനിനെ ഈ എക്സ് പ്ലസ് iy-യുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒറിജിനിൽ നിന്ന് xy എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോൺ സീറോ നമ്പർ എക്സ് പ്ലസ് iy-നെ ഈ ലൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതാണ് നമ്മളെ വെക്റ്റർ ഫോമിൽ. The number -2 plus I, for instance, can be represented by the point -2 1 and by the directed line segment from origin to -2 1. അപ്പോൾ -2 plus I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടായ -2 ആണ് നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റ്. ഇമാജിനറി പാർട്ടിൽ i മാത്രമേ ഉള്ളൂ. അപ്പോൾ i എന്ന് പറഞ്ഞാൽ 1 × i ആണല്ലോ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് 1 ആണ്. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ഓർഡർഡ് പെയർ എന്ന് പറഞ്ഞാൽ -2, 1 ആണ്. അപ്പോൾ -2, 1 എന്ന് പറയുമ്പോൾ പ്ലെയിനിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുക. x -2 എന്ന് പറയുന്ന വാല്യൂ, y 1 എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇതാണ് പോയിന്റ് -2, 1. ആ പോയിന്റ് പ്ലോട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് ഒരു ഡയറക്റ്റ് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുകയാണ്. എന്നിട്ട് ആ ലൈൻ സെഗ്മെന്റിൽ -2 plus i എന്ന് നൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് -2 plus i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ഒരു ജോമെട്രിക്കൽ representation. The origin represents the point z equal to 0. അപ്പോൾ z equal to 0 എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മുടെ xy പ്ലെയിനിലെ ഒറിജിൻ റെപ്രസെന്റ് ചെയ്യുന്നത്. When the xy plane is used for the purpose of displaying complex numbers z geometrically, it is called a complex plane. അപ്പോൾ നമ്മൾ xy പ്ലെയിനെ യൂസ് ചെയ്തിട്ടാണല്ലോ ഒരു കോംപ്ലക്സ് നമ്പർ z-നെ ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ xy പ്ലെയിനിനെ കോംപ്ലക്സ് പ്ലെയിൻ എന്നാണ് വിളിക്കുക. xy പ്ലെയിൻ യൂസ് ചെയ്ത് കോംപ്ലക്സ് നമ്പേഴ്സിനെ ജോമെട്രിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ xy പ്ലെയിനെ കോംപ്ലക്സ് പ്ലെയിൻ ഓർ ദി z പ്ലെയിൻ ഓർ an argand പ്ലെയിൻ എന്നാണ് പറയാം. ഓക്കെ, കോംപ്ലക്സ് പ്ലെയിൻ complex plane or the z plane or an argand plane എന്ന് വിളിക്കും. ഈ xy plane when it is used to represent complex numbers z geometrically, then it is called a complex plane or the z plane or an argand plane. അതിൽ x axis is called the real axis and y axis is called the imaginary axis. മനസ്സിലായോ? ഇതിൽ നമ്മൾ എക്സ് ആക്സിസിനെ റിയൽ ആക്സിസ് എന്ന് വിളിക്കും, വൈ ആക്സിസിനെ ഇമാജിനറി ആക്സിസ് എന്ന് വിളിക്കും. കാരണം എക്സ് ആക്സിസിലെ എക്സ് കോർഡിനേറ്റ് ആണല്ലോ നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ അതിൽ വൈ കോർഡിനേറ്റ് ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വൈ ആക്സിസിനെ ഇമാജിനറി ആക്സിസ് എന്നും എക്സ് ആക്സിസിനെ റിയൽ ആക്സിസ് എന്നും വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സം ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറാണ് ഇത്, z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെയാണ്
ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇതെങ്കിൽ z1 പ്ലസ് z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എവിടെയായിരിക്കും? ഏകദേശം ഇവിടെ ആയിട്ടാണ് ഉണ്ടാവുക. അത് നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അതേപോലെ ഇത് z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും ഇത് z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും ആണെങ്കിൽ z1 മൈനസ് z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഏകദേശം ഇവിടെ ആയിട്ട് വരും. അതുപോലെ z2ന്റെ നെഗറ്റീവ് അഡിറ്റീവ് ഇൻവേഴ്സ് ആയ മൈനസ് z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? z2ന്റെ നേരെ റിഫ്ലക്ഷൻ ആയിട്ട് താഴോട്ടുള്ള ഭാഗമായിരിക്കും മൈനസ് z2 എന്ന് പറയുന്നത്. അപ്പോൾ z2ന്റെ മൈനസ് എടുത്തു, അതായത് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തു, റിഫ്ലക്ഷൻ എടുത്തു, എന്നിട്ട് z1 ആൻഡ് മൈനസ് z2 കൺസിഡർ ചെയ്യുക. ദെൻ യൂസിങ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ യു ക്യാൻ പ്ലോട്ട് ദി പോയിന്റ് z1 മൈനസ് z2. അങ്ങനെയാണ് നമുക്ക് ഈ z1 മൈനസ് z2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയത്. ആദ്യം z1 ഉണ്ട്, പിന്നെ z2 ഉണ്ട്. z1 മൈനസ് z2 കിട്ടാൻ വേണ്ടിയിട്ട് z2ന്റെ മൈനസ് z2 വരച്ചു, എന്നിട്ട് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്തു. അപ്പോൾ z1ഉം മൈനസ് z2ഉം കൂടെ കമ്പൈൻ ചെയ്ത് z1 മൈനസ് z2 എന്ന് പറയുന്ന പോയിന്റ് ഓൾമോസ്റ്റ് ഡയഗണൽ ആയിരിക്കും. ഈ പാരലോഗ്രാമിന്റെ ഡയഗണൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഒരു ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണിത്. സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഒരു ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണിത്. So according to the definition of sum of two complex numbers, z1 equal to x1 plus I y1 and z2 equal to x2 plus I y2, the number z1 plus z2 corresponds to the point x1 plus x2 y1 plus y2. അല്ലേ? z1 plus z2 എന്ന് പറയുമ്പോൾ എന്താണ്? x1 plus x2 plus I into y1 plus y2 ആണ്. അപ്പോൾ അതെന്തായിരിക്കും? അതിന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് എന്തായിരിക്കും? x1 plus x2 y1 plus y2. അതേപോലെ ഡിഫറൻസ് z1 മൈനസ് z2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x1 മൈനസ് x2 y1 പ്ലസ് I ഇൻറ്റു y1 മൈനസ് y2 ആണ്. സോ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്ന പോയിന്റ് x1 മൈനസ് x2, y1 മൈനസ് y2. The addition and subtraction of complex numbers can also be visualized as illustrated by the figures. Next, complex conjugates എന്താണെന്ന് നോക്കാം. The complex conjugate or simply the conjugate of a complex number അപ്പോൾ complex conjugate or simply the conjugate of a complex number z is equal to x plus iy is defined as the complex number z bar is equal to x minus iy. അപ്പോൾ z equal to x plus iy ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് z bar ആയിട്ടാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. അതൊന്നുമില്ല, അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ് എടുക്കുക. ഇമാജിനറി പാർട്ട് എന്താണോ അതിൻ്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കറസ്പോണ്ടിങ് കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കിട്ടും. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ z is equal to x plus iy നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് അല്ലെങ്കിൽ വെറും കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ നെഗറ്റീവ് ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ് എടുക്കുക. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് കോൺജുഗേറ്റ് z bar is equal to x minus iy. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ ആണ്. ദി പോയിന്റ് സെഡ് ബാർ ഈസ് ദി റിഫ്ലക്ഷൻ ഓഫ് ദി പോയിന്റ് സെഡ് ഇൻ ദി എക്സ് ആക്സിസ്. അപ്പോൾ സെഡ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷൻ ആണ്. ജോമെട്രിക്കലി പറയുകയാണെങ്കിൽ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ സെഡ് ബാർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വൈ അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷൻ നോക്കിയാൽ പോരെ. വൈ നെഗറ്റീവ് ആകുമ്പോൾ എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവും ആയിട്ടുള്ള ഭാഗം നോക്കുക. അപ്പോൾ സെഡ് ബാർ ഈക്വൽ ടു എക്സ് കോമ മൈനസ് വൈ. അപ്പോൾ ഇതാണ് ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കോൺജുഗേറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് z is equal to 2 plus 3i, z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 2 plus 3i ആണെങ്കിൽ z ബാർ എന്തായിരിക്കും? അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ് എടുക്കുക. അപ്പോൾ 2 മൈനസ് 3i അല്ലേ? ഇവിടെ പ്ലസ് 3i ആണ്. സോ 3യുടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് 3. സോ z ബാർ ഇസ് ഈക്വൽ ടു 2 മൈനസ് 3i. ഇഫ് z ഇസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഐ, ഇവിടെ z മൈനസ് 3 പ്ലസ് ഐ ആണ്. അപ്പോൾ z ബാർ എന്തായിരിക്കും? മൈനസ് 3 മൈനസ് ഐ അല്ലേ? റിയൽ പാർട്ടിന് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, റിയൽ പാർട്ട് അതേപോലെ വെക്കുക. ഇമാജിനറി പാർട്ട് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് സൈൻ ഇടുക. ഓക്കെ, ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ് എടുക്കുക. അപ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ട് പ്ലസ് ഐ ആണ്, അതുകൊണ്ട് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഇമാജിനറി പാർട്ട് മൈനസ് ഐ ആയി. റിയൽ പാർട്ടിന് ചേഞ്ച് ഒന്നും വരുന്നില്ല.
If z is a real number, z ഒരു real number ആണ്, say z is equal to 7, then z bar is equal to 7. കണ്ടോ? അപ്പോൾ z ബാറിന് ചേഞ്ച് ഒന്നുമില്ല, കാരണം റിയൽ പാർട്ടിന് ചേഞ്ച് ഇല്ലല്ലോ. ആൻഡ് ഇഫ് z is equal to 3i, അതായത് പ്യുവർലി ഇമാജിനറി ആണെങ്കിൽ z ബാർ എന്തായിരിക്കും? -3i, കാരണം ഇമാജിനറി പാർട്ടിന്റെ നെഗറ്റീവ് എടുക്കണമല്ലോ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ. അപ്പോൾ z എന്ന് പറയുന്നത് പ്യുവർലി ഇമാജിനറി ആയിട്ടുള്ള ഒരു നമ്പർ ആണ്. 3i ആണെങ്കിൽ z ബാർ എന്തായിരിക്കും? -3i ആയിരിക്കും. ഓക്കെ, if z is equal to 7, then z bar is equal to 7, and if z is equal to 3i, then z bar is equal to -3i. Properties of complex conjugates. Complex conjugates ന്റെ കുറച്ച് properties എന്തൊക്കെയാണെന്ന് നോക്കാം. If z1 and z2 are any two complex numbers, അപ്പോൾ z1 and z2 രണ്ട് complex numbers ആണ്, then first property എന്താ? z1 plus z1 bar by 2 is equal to real z1. Real part of z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z1 plus z1 bar by 2 ആണ്. And imaginary part of z1 എന്ന് പറഞ്ഞാൽ എന്താ? That is equal to z1 minus z1 bar by 2i. Second property, z1 bar whole bar equal to z1. അല്ലേ? z1 conjugate the whole conjugate equal to z1. Third property, z1 plus z2 conjugate equal to z1 conjugate plus z2 conjugate. Fourth property, z1 minus z2 conjugate equal to z1 conjugate minus z2 conjugate. Fifth property, z1 into z2 conjugate equal to z1 conjugate into z2 conjugate. Sixth property, z1 by z2 conjugate equal to z1 conjugate divided by z2 conjugate. So ഇതിൻ്റെയൊക്കെ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് പ്രൂഫ് എന്താണ്? z1 plus z1 conjugate by 2 equal to real part of z1 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ let z1 equal to x1 plus iy1 എന്നെടുത്തു, and z2 equal to x2 plus iy2 ആണെന്ന് എടുത്തു. Then z1 conjugate എന്തായിരിക്കും? x1 minus iy1 ആയിരിക്കും, and z2 conjugate എന്തായിരിക്കും? x2 minus iy2 ആയിരിക്കും. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി z1 plus z1 bar by 2, അപ്പോൾ അത് that is equal to z1 എന്താണ്? x1 plus iy1 ആണ്. z1 bar എന്താണ്? x1 minus iy1 ആണ്, divided by 2. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ iy1 minus iy1 ക്യാൻസൽ ആവും, ബാക്കി x1 plus x1 2x1 divided by 2. അപ്പോൾ ആ 2ഉം ക്യാൻസൽ ചെയ്ത് ബാക്കി x1 എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ പാർട്ട് ഓഫ് z1 അല്ലേ? z1ന്റെ റിയൽ പാർട്ട് അല്ലേ x1? സോ ദിസ് ഇസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് z1. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ? z1 മൈനസ് z1 ബാർ ബൈ 2y ആണ്. അപ്പോൾ z1 മൈനസ് z1 ബാർ ബൈ 2y. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. z1 എന്താണ്? x1 പ്ലസ് iy1 ആണ്, മൈനസ് z1 ബാർ എന്താണ്? x1 മൈനസ് iy1 ആണ്, ഡിവൈഡഡ് ബൈ 2y. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ x1ഉം പോവും, ബാക്കി iy1 പ്ലസ് iy1. അപ്പോൾ 2 ടൈംസ് iy1 ഡിവൈഡഡ് ബൈ 2y. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 2yയും ഡിനോമിനേറ്ററിലുള്ള 2yയും ക്യാൻസൽ ആയി പോവും. സോ ദിസ് ഇസ് ഈക്വൽ ടു y1. പക്ഷെ y1 എന്താണ്? z1ന്റെ ഇമാജിനറി പാർട്ടാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് y1, അല്ല ഇമാജിനറി പാർട്ട് ഓഫ് z1 അല്ലേ? y1 is the imaginary part of z1. So this is equal to imaginary part of z1. Second property, z1 bar whole bar equal to z1. അപ്പോൾ z1 bar whole bar, z1 bar എന്തായിരുന്നു? x1 minus iy1 ആയിരുന്നു, whole bar. അപ്പോൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് ആക്ച്വലി x1 പ്ലസ് i into minus y1 അല്ലേ? x1 minus iy1 എന്ന് പറഞ്ഞാൽ x1 plus i into minus y1 ആണ്. അതിൻ്റെ ഹോൾ കോൺജുഗേറ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ ഹോൾ കോൺജുഗേറ്റ് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് i1ന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് i1 ആണ് അല്ലേ? അപ്പോൾ കോൺജുഗേറ്റ് എടുത്തപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു x1 minus i into minus y1. So this is equal to x1 plus iy1. That is equal to z1 അല്ലേ? x1 plus iy1 is z1. So z1 conjugate whole conjugate equal to z1.
തേർഡ് പ്രോപ്പർട്ടി എന്താ, z1 പ്ലസ് z2. അപ്പോൾ z1 പ്ലസ് z2 എന്താ കാണുക, x1 പ്ലസ് iy1 പ്ലസ് x2 പ്ലസ് iy2 which is equal to x1 plus x2 plus I into y1 plus y2. അപ്പോൾ z1 plus z2 ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം കോൺജുഗേറ്റ് ആണ്. ഇതിൻ്റെ മൊത്തം കോൺജുഗേറ്റ് പറയുമ്പോൾ ഇമാജിനറി പാർട്ടിൻ്റെ നെഗറ്റീവ്. സോ ദിസ് ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 മൈനസ് I into y1 plus y2. ഈ മൈനസ് സൈന് ബ്രാക്കറ്റിലേക്ക് കൊടുക്കുക, എന്നിട്ട് നമ്മളിതിനെ ഗ്രൂപ്പ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x1 മൈനസ് iy1 പ്ലസ് x2 minus iy2. പക്ഷേ x1 minus iy1 is z1 bar plus x2 minus iy2 is z2 bar. So z1 plus z2 whole conjugate is equal to z1 conjugate plus z2 conjugate. Other properties can be similarly proved and they are left as an exercise to the students. So നിങ്ങൾ ബാക്കിയുള്ള പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനി എന്തായാലും ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾക്കുള്ളൊരു വർക്ക് ആയിക്കോട്ടെ അത്. പിന്നെ വെക്കേഷൻ ചെയ്യാനും ഞാൻ കുറച്ച് അസൈൻമെൻറ്റ് പ്രോബ്ലംസും കൂടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ യു ട്രൈ ടു ഡു ഇറ്റ് ആൻഡ് വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ് ആൻഡ് വിഷിംഗ് യു a Merry Christmas and a Happy New Year in advance. Thank you.